എല്ലാ സജ്ജനങ്ങൾക്കും ദശാവതാര കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വരാഹ അവതാരത്തിലേക്ക് കടക്കുകയാണ്. ഭഗവത് കഥാമൃതം ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു പ്രാർത്ഥന. സർവജഗത്തിനും നാഥനായ ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങയുടെ കഥാമൃതം കേൾക്കുന്ന ഭക്തന് അങ്ങയുടെ അനുഗ്രഹവും കൃപയും എപ്പോഴും ഉണ്ടാകണമേ. നിങ്ങളുടെ ഹൃദയം ഭക്തിയാൽ നിറഞ്ഞതാണെങ്കിൽ താഴെ കമന്റിൽ ഹരേ കൃഷ്ണ എന്ന് തീർച്ചയായും എഴുതൂ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഭഗവാന്റെ കഥാമൃതം തുടർന്നും കേൾക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യൂ. പരമാനന്ദ സ്വരൂപനായ ഭഗവാന്റെ ആനന്ദപൂർണമായ ഇന്നത്തെ കഥായാത്ര നമുക്ക് ആരംഭിക്കാം. കശ്യപ പ്രജാപതി ഒരിക്കൽ സന്ധ്യാവന്ദനം നടത്തുന്ന വേളയിൽ ഭാര്യയായ ദിതി കാമാർത്തിയായി സമീപത്തെത്തി. സന്ധ്യാസമയം കാമാർത്തി തീർക്കാൻ പറ്റിയതല്ലെന്ന് കശ്യപൻ തടസ്സം പറഞ്ഞു. അവൾ മാറിയില്ല. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ കശ്യപൻ അവൾക്ക് വഴങ്ങിക്കൊടുത്തു. അതോടെ അവൾ ഗർഭിണിയായി. അപ്പോൾ ക്രൂരമായ തേജസ് ലോകമെങ്ങും നിറഞ്ഞു. ഇത് കണ്ട് പരിഭ്രാന്തരായ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ച് ഈ തരത്തിൽ തേജസ് ഉണ്ടാകാൻ കാരണം എന്തെന്ന് ചോദിച്ചു. ബ്രഹ്മദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പണ്ടൊരിക്കൽ സനകാദികൾ മഹാവിഷ്ണുവിനെ ദർശിക്കാനായി വൈകുണ്ഠത്തിലെത്തി. ഗോപുരവാതിക്കൽ കാവൽ നിന്നിരുന്ന ജയവിജയന്മാർ അവരെ തടഞ്ഞു. സനകാദികളുടെ ശാപം മൂലം അവർ രണ്ടുപേരും അസുരന്മാരായി ജനിക്കും. തുടർന്ന് മഹാവിഷ്ണു തന്നെ അവരെ വധിച്ച് മോക്ഷം നൽകും. ഇപ്പോൾ അവർ ദിതിയുടെ ഗർഭത്തിൽ രൂപം കൊള്ളാൻ തുടങ്ങിയതിന്റെ സൂചനയാണ് ഈ കാണുന്ന ഘോര തേജസ്. അവരോട് എതിർത്ത് നിൽക്കുവാൻ മഹാവിഷ്ണുവിനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. അതിനാൽ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. ബ്രഹ്മാവ് പറഞ്ഞത് കേട്ട് ദേവന്മാർ തിരികെ പോയി. യഥാകാലം ഹിരണ്യകശിപും ഹിരണ്യാക്ഷനും എന്ന പേരിൽ അവർ ജനിച്ചു. അവർ വളരെ പെട്ടെന്ന് വളർന്ന് മുഷ്കരന്മാരായി തീർന്നു. ഭക്തന്മാരെയെല്ലാം അവർ ദ്രോഹിച്ചു. എങ്കിലും തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷമാക്കാൻ അവർക്ക് സാധിച്ചു. ബ്രഹ്മാവിൽ നിന്ന് വരങ്ങൾ കിട്ടിയതോടെ അവ വർദ്ധിച്ച അഹങ്കാരത്തോടെ ലോകോപദ്രവകാരികളായി തീർന്നു. ശ്രീ പരമേശ്വരന്റെയോ മഹാവിഷ്ണുവിന്റെയോ പേര് പറയുന്നത് പോലും അവർ തടഞ്ഞു. തങ്ങളാണ് ലോകനാഥന്മാരെന്നവർ സ്വയം പ്രഖ്യാപിച്ചു. ഗദയേന്തിക്കൊണ്ട് ദിഗ്വിജയത്തിനിറങ്ങിത്തിരിക്കുകയും ചെയ്തു. ദൈത്യന്മാരെ കണ്ട് ലോകരെല്ലാം പേടിച്ചുളിച്ചു. തടുക്കാനാവാത്ത കോപത്തോടെ ഹിരണ്യാക്ഷൻ കടലിലിറങ്ങി തിരമാലകൾ തല്ലി തകർക്കാൻ തുടങ്ങി. പേടിച്ചരണ്ട വരുണൻ മഹാവിഷ്ണുവിനോട് തന്റെ സങ്കടം പറഞ്ഞു. അത് കേട്ട മഹാവിഷ്ണു ബ്രഹ്മദേവന്റെ നാസാദ്വാരത്തിൽ നിന്ന് ഒരു പന്നിയായി അവതരിച്ചു. പന്നിയുടെ രൂപത്തിൽ ഭഗവാൻ തന്നെ തിരഞ്ഞു വരുന്നത് കണ്ട അസുരൻ ഭൂമിയെയും എടുത്തുകൊണ്ട് പാതാളത്തിൽ ചെന്നൊളിച്ചു. പിന്നാലെ പാഞ്ഞെത്തിയ ശ്രീവരാഹമൂർത്തിയും ഹിരണ്യാക്ഷനും തമ്മിൽ അതികഠിനമായ യുദ്ധമുണ്ടായി. വളരെ കാലം യുദ്ധം നീണ്ടു നിന്നു. അവസാനം ഹിരണ്യാക്ഷന്റെ ശരീരത്തെ ദംഷ്ട്രാഗ്രം കൊണ്ട് കീറിയെറിഞ്ഞിട്ട് ശ്രീവരാഹൻ ഭൂമിയെ എടുത്തുയർത്തി യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. ശ്രീ വരാഹമൂർത്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.